ഹലോ നമസ്കാരം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനും ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവും തമ്മിലുള്ള ആകാശ ദൂരം എത്രയെന്നറിയാമോ? 1500 കിലോമീറ്റർ. നേരിട്ടുള്ള വിമാനത്തിൽ 2.5 മണിക്കൂറിലെത്താം. കാർ യാത്രയെങ്കിൽ 14 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് കണക്ക്. പക്ഷേ ഇറാനിൽ നിന്ന് അയക്കുന്ന മിസൈൽ ഇസ്രയേലിൽ 10 മിനിറ്റ് കൊണ്ടെത്തും. ഫത്ത ഹൈപ്പർസോണിക് മിസൈലിന് 5 മിനിറ്റ് മതി. ഇങ്ങനെ വരുന്ന മിസൈലുകൾ ഇപ്പോൾ ഇസ്രയേലിന് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതല്ല. ഇത് ഇസ്രയേലിൽ പതിവുള്ളതല്ല. അങ്ങോട്ട് ആക്രമിച്ച് മാത്രമാണല്ലോ ഇസ്രയേലിന്റെ പതിവ്. ആ ചരിത്രമാണ് ഇറാൻ ഇപ്പോൾ തിരുത്തുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അതിന്റെ വിലയിരുത്തലുകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ ശക്തനായ ഭരണാധികാരിയായി തിളങ്ങിയിരുന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് ആകെ പെട്ട അവസ്ഥയിലാണ്. ഒരു ഭാഗത്ത് ഇറാനെ ചൊറിഞ്ഞു വാങ്ങിക്കൂട്ടുന്ന ആക്രമണം, മറുഭാഗത്ത് അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് ഉയർന്നു വരുന്ന വലിയ വിമർശനം, റഷ്യയും ചൈനയും ഇറാനൊപ്പം കൂടിയ സാഹചര്യം, ഇതിനിടയ്ക്ക് രാജ്യത്ത് ഉയരുന്ന ആഭ്യന്തര പ്രതിഷേധം, ഇതെല്ലാം അമേരിക്കയുടെയും ട്രംപിന്റെയും പിന്തുണയോടെ അതിജീവിക്കാമെന്നാണ് നെതന്യാഹു വിചാരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ട്രംപ് ഇറാനെതിരായ നീക്കത്തിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിലാണ്. അതിനിടയ്ക്ക് അമേരിക്കയിൽ നിന്ന് തന്നെ നെതന്യാഹുവിന്റെ തൊലി ഉരിക്കുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ. നെതന്യാഹുവിനെതിരെ ഒരു അമേരിക്കൻ നേതാവും ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ് ക്ലിന്റൺ തുറന്നു പറയുന്നത്. ജൂതരുടെ സ്വാധീനം വലിയ രീതിയിൽ അമേരിക്കയിലുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്രയേൽ നേതാക്കൾക്കെതിരെ അങ്ങനെയൊന്നും വിമർശനങ്ങൾ ഉയർന്നു വരാറില്ല. ഇറാനെ നെതന്യാഹു ആക്രമിക്കുന്നത് ആണവ ഭീഷണി കൊണ്ടൊന്നും അല്ല എന്നും അധികാരത്തിൽ എന്നും തുടരാൻ വേണ്ടിയാണെന്നും തുറന്നടിക്കുകയാണ് ക്ലിന്റൺ. അയാൾ ഏറെക്കാലമായി ഇറാനുമായി യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നെതന്യാഹുവും ട്രംപും പലസ്തീനികൾക്ക് രാജ്യം നൽകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ദ ഡെയിലി ഷോ എന്ന പരിപാടിക്കിടെ ക്ലിന്റൺ ആരോപിച്ചു. നമുക്കറിയാം, പലസ്തീനും ഇസ്രയേലിനും ഇടയിൽ സമാധാനം കൊണ്ടുവരാൻ ഏറെ പരിശ്രമിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ബിൽ ക്ലിന്റൺ. യാസർ അരാഫത്തും ഇസ്രയേലും തമ്മിൽ സമാധാനത്തിനായി ഓസ്ലോ കരാർ ഒപ്പിട്ടതും ക്ലിന്റന്റെ കാലത്തായിരുന്നു. പലസ്തീന് പരിമിതമായ സ്വയം ഭരണം ഉറപ്പാക്കാനും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നെതന്യാഹുവിന്റെ യാഥാസ്ഥിതിക നിലപാടുകളിൽ എന്നും എതിർപ്പുള്ള നേതാവാണ് ക്ലിന്റൺ. അത് പക്ഷേ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. എന്തായാലും ക്ലിന്റന്റെ വിമർശനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകാനാണ് സാധ്യത. അധികാരം നിലനിർത്താനാണ് നെതന്യാഹു നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും എന്നത് നേരത്തെ തന്നെയുള്ള ആരോപണമാണ്. എന്നാൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് തന്നെ ഇക്കാര്യം തുറന്നു പറയുന്നതിലെ പ്രസക്തി വളരെ വലുതാണ്. ഇസ്രയേലിലെ തീവ്ര ജൂത നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളെ ഒപ്പം നിർത്തിയാണ് നെതന്യാഹു അധികാരത്തിൽ തുടരുന്നത്. അവരെ പ്രീതിപ്പെടുത്താനാണ് ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരെ പുതിയ ആക്രമണ പദ്ധതികൾ നെതന്യാഹു ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് നേരത്തെ തന്നെയുള്ള ആരോപണം. ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിച്ച ഇസ്രയേൽ ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ള കൗതുക കാഴ്ചയും കാണുകയാണ്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ ഇറാൻ യുദ്ധക്കുറ്റങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇസ്രയേൽ പരാതി പറയുന്നത്. എന്തൊക്കെയാണ് ഇസ്രയേൽ ഇറാനെതിരെ ആരോപിച്ച യുദ്ധക്കുറ്റങ്ങൾ എന്ന് അറിയണം. 1. ജനവാസ കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തുന്നു. 2. ആശുപത്രികളെ ഇറാൻ ലക്ഷ്യമിടുന്നു. ഈ ആരോപിക്കുന്ന ആരാണ്, ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഒപ്പം ഗാസയിലെ ആശുപത്രികളിൽ വ്യാപകമായി ബോംബിട്ട് രോഗികളെ കൊല്ലുകയും മറ്റ് മനുഷ്യർക്ക് ചികിത്സ നിഷേധിച്ച് അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഇസ്രയേലാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതേ ഇസ്രയേൽ ഇപ്പോൾ ഇറാനെതിരെ യുദ്ധക്കുറ്റം ആരോപിക്കുന്ന വൈരുദ്ധ്യാത്മകമായിട്ടുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൽ നിന്ന് തന്നെ ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥ മനസ്സിലാക്കാമെന്നാണ് അന്താരാഷ്ട്ര രംഗം നിരീക്ഷിക്കുന്നവരെല്ലാം പറയുന്നത്. എന്തായാലും ഇസ്രയേൽ ആക്രമണം നിർത്താതെ തങ്ങൾ പിന്തിരിയില്ല എന്നുള്ള ശക്തമായ നിലപാട് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. സുരക്ഷാ കൗൺസിലിലും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ചയിലും ഇറാൻ ഇതേ നിലപാട് ആവർത്തിക്കുകയാണ്. ആണവ ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഇസ്രയേൽ ആക്രമണം നിർത്തണം. തങ്ങൾ നടത്തുന്നത് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമാണ്. പരിമിതമായ ആക്രമണമാണ് നടത്തുന്നത്. ഇസ്രയേലാണ് ആദ്യം ആക്രമിച്ചത്. അതുകൊണ്ട് ഇസ്രയേൽ നിർത്തിയാൽ തങ്ങളും നിർത്താം. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടത്താം. ഈ നിലപാടാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളെ തകർക്കും വരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ നിലപാട് ആവർത്തിക്കുന്നത്. അതേസമയം ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും രംഗത്തെത്തിയിട്ടുണ്ട്.
ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് വൻ സുരക്ഷാ വീഴ്ചയാണെന്നും ഇനി ആവർത്തിക്കരുത് എന്നുമാണ് മുന്നറിയിപ്പ്. ആണവോർജ്ജ ഏജൻസിയുടെ നിർവികാരതയെ രൂക്ഷമായ ഭാഷയിൽ ഇറാനും വിമർശിക്കുന്നുണ്ട്. കാരണം ഇസ്രയേൽ എന്ത് ചെയ്തിട്ടും മിണ്ടാതിരിക്കുന്ന ഒരു ഏജൻസിയാണ് ഉള്ളത് എന്നാണ് ഇറാന്റെ വിമർശനം. അതിനിടെ ഇറാനെ വീണ്ടും പിന്തുണച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി. ഊർജ്ജ ആവശ്യങ്ങൾക്കുള്ള ഇറാന്റെ ആണവ പദ്ധതികളെ റഷ്യ ഇനിയും പിന്തുണയ്ക്കും. ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്നതിന് തെളിവില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഇത് കണ്ടെത്തിയിട്ടില്ല എന്ന് പുടിൻ ഊന്നി പറയുന്നു. സ്കൈ ന്യൂസ് അറേബ്യയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ ഇറാനുള്ള പിന്തുണ ആവർത്തിക്കുന്നത്. അതായത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന അമേരിക്കയ്ക്കും ഇസ്രയേലിനുമെതിരെ പരോക്ഷമായ വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണ് പുടിൻ. ഇറാനെതിരെ നേരിട്ട് സൈനിക നടപടിക്ക് ഇറങ്ങാൻ നീക്കം നടത്തിയ അമേരിക്കയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി പുടിൻ രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് ആ നീക്കത്തിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങിയത്. ഇതിൽ നെതന്യാഹു വലിയ അമർഷത്തിലാണ്. തങ്ങൾ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്നുള്ള നിലപാടിലാണ് നെതന്യാഹു ഇപ്പോൾ ഉള്ളത്. ഇതിനിടയ്ക്കാണ് ഇറാന്റെ ആണവ പദ്ധതികളെ പിന്തുണയ്ക്കുന്ന നിലപാടുമായി പുടിൻ വീണ്ടും രംഗത്ത് വരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ റഷ്യയും ചൈനയും ഇറാനൊപ്പം വ്യക്തമായ ചേരിയായി മാറുകയാണ് എന്നുള്ള സൂചനയാണ് ഇതെല്ലാം നൽകുന്നത്. ഇതിനിടെ അമേരിക്കയ്ക്ക് കനത്ത മുന്നറിയിപ്പുമായി ഇറാൻ വീണ്ടും രംഗത്തെത്തിയ ഒരു സാഹചര്യം നിലവിലുണ്ട്. യുദ്ധത്തിൽ അമേരിക്ക നേരിട്ട് പങ്കാളിയായാൽ അത് വളരെ അപകടകരമാകുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അസോസിയേറ്റ് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. അത് എല്ലാവർക്കും അപകടമാകും. ഇസ്രയേലിന് ഇപ്പോൾ അമേരിക്ക നൽകുന്ന സൈനിക സഹകരണം വളരെ ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറയുന്നു. ഇസ്രയേലിനെതിരെ ആക്രമണം തുടരുകയാണ് മറുഭാഗത്ത് ഇറാൻ ഈ രീതിയിൽ തിരിച്ചടി നടത്തുമെന്ന് നെതന്യാഹുവും കൂട്ടരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പലസ്തീനിലെ ഹമാസിനെയും ലബനനിലെ ഹിസ്ബുള്ളയെയും തകർത്ത തങ്ങൾക്ക് ഇറാൻ നിസ്സാരമെന്നായിരുന്നു നെതന്യാഹുവിൻ്റെ ഒരു വിലയിരുത്തൽ. അതെല്ലാം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ എല്ലാം തകർത്തെന്ന് ഇസ്രയേൽ സേന അവകാശപ്പെട്ടെങ്കിലും അതെല്ലാം അടുത്ത ദിവസം തന്നെ തെറ്റെന്ന് തെളിയുകയാണ്. ഓരോ ദിവസവും 100 കണക്കിന് ഇറാൻ മിസൈലുകളാണ് ഇസ്രയേലിന്റെ ആകാശത്തേക്ക് എത്തുന്നത്. ചിലതിനെയൊക്കെ നിർവീര്യമാക്കാനും തകർക്കാനും ഇസ്രയേലിന്റെ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ സാധാ ബാലിസ്റ്റിക് മിസൈലുകൾക്കിടയിലൂടെ കടന്നെത്തുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ തടുക്കാൻ ഇസ്രയേലിന്റെ പേര് കേട്ട മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെയാണ് ഇറാൻ മിസൈലുകൾ ചീറിപ്പാഞ്ഞ് ഇസ്രയേലിലേക്ക് എത്തുന്നത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി. 10,000-കണക്കിന് ഇസ്രയേലികൾക്ക് താമസ സ്ഥലം നഷ്ടമായി. ആശുപത്രിക്ക് നേരെ ആക്രമണമുണ്ടായി. ഇതെല്ലാം ഇസ്രയേലിൽ പതിവുള്ള കാഴ്ചകളല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലി പ്രതിരോധ സംവിധാനങ്ങളിൽ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട് എന്നാണ് ഇസ്രയേലിൽ നിന്നുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രയേലി ബങ്കറുകളിൽ അസ്വസ്ഥരായ ജനങ്ങൾ തമ്മിലടിക്കുന്നുണ്ട്. ഷെൽട്ടറുകളിൽ ആഹാരത്തിന് വേണ്ടി അടികൂടുന്നുണ്ട്. നെതന്യാഹു ഭരണകൂടത്തിനെതിരെ വലിയ വികാരം രാജ്യത്ത് വീണ്ടും ഉയർന്നു വരുന്നതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാനെതിരെ തങ്ങൾ അതിശക്തമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. കൂടുതൽ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നുവെന്നും ഇസ്രയേൽ സേന പറയുന്നു. എന്തായാലും സമവായ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ ആക്രമണം തുടരുന്നത് പശ്ചിമേഷ്യയ്ക്കും ലോക സമാധാനത്തിനും നല്ലതല്ല. എത്രയും പെട്ടെന്ന് സമാധാന നീക്കങ്ങൾ ഉണ്ടാകട്ടെ, അത് ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോ അപ്ഡേറ്റുകൾക്കായി കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ലിങ്കുകൾ ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം.